സന്തോഷ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ കേരളത്തിനെതിരെ തോറ്റെങ്കിലും റെയിൽവേസ് പ്രതിരോധ താരവും മലയാളിയുമായ ഫസീൻ പി.കെ മികച്ച പ്രകടനമാണ് നടത്തിയത്. ഫസീനെ പിന്തുണയ്ക്കാൻ കുടുംബവും മലപ്പുറം അരീക്കോട്ടെ നാട്ടുകാരും കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ എത്തി. 6 കളിക്കാരടക്കം 8 മലയാളികളാണ് റെയിൽവേസ് ടീമിലുള്ളത്. തോറ്റെങ്കിലും മികച്ച പ്രകടനമാണ് ഫസീൻ നടത്തിയതെന്ന് കാണികൾ പറയുന്നു. ആഷിഖ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. സന്തോഷ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ കേരളം വിജയിച്ചെങ്കിലും റെയിൽവേസിലെ ഫസീൻ പി.കെയെ സപ്പോർട്ട് ചെയ്യാൻ അരീക്കോട് നിന്ന് ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. അരീക്കോട് നിന്ന് ഫസീൻ പി.കെന്റെ നാടുകൂടിയാണ്. അരീക്കോട് കുനിയിൽ നിന്നാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, ആദ്യ മത്സരത്തിൽ വിജയിച്ചെങ്കിൽ ഒരു സങ്കടം ഉണ്ടോ തോറ്റയിലെ? ചെറിയ സങ്കടമുണ്ട്, പക്ഷേ ഫസീൻ നല്ലതായിട്ട് കളിച്ചിട്ടുണ്ട്. അതാണ് ഫസീൻ. പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നാട്ടുകാരെ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഫസീൻ ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന ഒരാളാണ് നിങ്ങൾ നാട്ടിൽ തന്നെ? തീർച്ചയായിട്ടും. പിന്നെ ഫസീന് ഞങ്ങളുടെ കൂടെ പിന്നെ മോർണിംഗ് പ്ലേയേഴ്സ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ കളിച്ചു വളർന്ന ആളാണ്. പിന്നെ അതോടൊപ്പം ഫസീൻ്റെ അനിയനുണ്ട്, ഞങ്ങളുടെ കൂടെ ഒപ്പം കളിച്ച് വളർന്ന് വരുന്നുണ്ട്. എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. പിതാവുണ്ട്. പിതാവിൽ ഏറ്റവും അധികം പങ്കുവഹിച്ചിട്ടുള്ള പിതാവാണ്. ഉപ്പ എന്ന നിലയ്ക്ക് എങ്ങനെയുണ്ട് മോനെ? ആദ്യമായിട്ട് കേരളത്തിനെതിരാണെങ്കിൽ പോലും നല്ല കളി കളിച്ചു അല്ലേ? നല്ല കളി കളിച്ചിരുന്നു. നല്ല രീതിയിൽ നമ്മൾ സെപ്റ്റിലൂടെ വന്ന ആളാണ്. ചെറുപ്പം മുതൽ 7ാം ക്ലാസ് മുതലേ മോൻ ഔട്ട് ഓഫ് പുറത്ത് കളിച്ച് വളർന്ന ആളാണ്. പിന്നെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്റ്റലിൽ വളർന്ന ആളാണ്. ഫസ്റ്റ് ഫറൂഖ് കോളേജിലായിരുന്നു. അത് കഴിഞ്ഞു സായിൽ, തിരുവനന്തപുരം സായിലായിരുന്നു. പിന്നെ ഒരു വർഷം ടെമ്പോ ഗോവയിൽ കളിച്ചു. അതിന് ശേഷമാണ് ഇപ്പം റെയിൽവേ കളി ആരംഭിച്ചത്. ഫസീൻ പി.കെ ഇപ്പോൾ നമ്മളോട് ചേരുന്നുണ്ട്. സ്വന്തം നാടിനെതിരാണ് കളിക്കുന്നത്. സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ സ്വന്തം നാട്ടിൽ നിന്ന് വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു അനുഭവം? ഭാഗ്യമില്ലാതെ പോയി. കേരളത്തിനെതിരായാലും എത്ര സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. കളിയാണ്, ഏതെങ്കിലും ടീം ജയിക്കും ഉറപ്പാണ്. ഇനി ഇങ്ങനെ നമ്മൾ അടുത്ത മത്സരം വരുന്നുണ്ട്, അപ്പം കൂടുതൽ ശക്തമായി തിരിച്ചു വരും. അടുത്ത മത്സരം പോണ്ടിച്ചേരിനെതിരാണ് മറ്റന്നാൾ. ഇപ്പം എന്തായാലും തിരിച്ചു വരും. ആദ്യ മത്സരത്തിൽ തോറ്റ് തിരിച്ചടിയാവോ? ഇല്ലല്ല, ഞങ്ങളെന്തായാലും നല്ല മാർജിനിൽ അടുത്ത മത്സരം ജയിച്ച് വരും. എന്തായാലും ഫുട്ബോളിന് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് അരീക്കോട്. അവിടെ നിന്നാണ് ഫസീൻ പി.കെ എന്നൊരു ചെറുപ്പക്കാരൻ വരുന്നത്. ക്യാമറമാൻ അതിർജിത്തുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.